അവന് 15 വയസ്സുണ്ടായിരുന്നപ്പോൾ അവൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒരു ദിവസം അവനെ വിളിപ്പിച്ച് പറയുകയാണ്, നീ ഉണ്ടാക്കിയതായ പ്രശ്നം കാരണം നീ ഇവിടെ വന്ന് ഒരു ഗുണ്ടയെപ്പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിന്നെ ഈ സ്കൂളിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിന്നെപ്പോലെയുള്ള ആളുകൾ ഈ സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും അത് അപകടകരമാണ്. മറ്റുള്ള കുട്ടികൾക്ക് നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും അവനെ പറഞ്ഞുവിടാനിടയായി. കാരണം നിനക്ക് പഠനത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല, മറിച്ച് കലഹമുണ്ടാക്കുകയാണ്, റൗഡിയെപ്പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെ പുറത്താക്കി. അതിനുശേഷം അവൻ പോയി ഒരു പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവന് സീറ്റ് ലഭിച്ചില്ല. പിന്നെയും വളരെ ബുദ്ധിമുട്ട്. ആ പോളിടെക്നിക് കോളേജിൽ വളരെ കഷ്ടപ്പെട്ട് അഡ്മിഷൻ നേടിയെടുത്തു. അങ്ങനെ പോളിടെക്നിക് കോളേജിൽ നിന്ന് അവൻ പാസ്സായി. അതേ കോളേജിൽ തന്നെ അസിസ്റ്റൻ്റായിട്ട് നിന്നുകൊണ്ട് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം. അതിനുവേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ പരാജയപ്പെട്ടു. ഇൻ്റർവ്യൂവിൽ പരാജയപ്പെട്ടു. നിനക്ക് പഠിപ്പിക്കുവാനുള്ള യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ സെലക്ട് ചെയ്യാതെ പറഞ്ഞയച്ചു. അതിനുശേഷം ബോർഡിംഗ് സ്കൂളിലുള്ള കുട്ടികൾക്ക് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ട്യൂഷൻ ആരംഭിച്ചു. അങ്ങനെ ട്യൂഷൻ ആരംഭിച്ചപ്പോൾ കുറച്ചു ദിവസം നന്നായിട്ട് പോയി. എന്നാൽ പിന്നീട് ഈ വ്യക്തിക്ക് ട്യൂഷൻ പഠിപ്പിക്കാനും കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ക്ലാസ്സിലേക്ക് പേരൻസ് കുട്ടികളെ അയക്കാതെ അങ്ങനെ ട്യൂഷൻ പഠിപ്പിക്കുന്ന വിഷയത്തിലും അവൻ ഫെയിലായിപ്പോയി. അവൻ ചെയ്യുന്നതായ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നത് കണ്ടുകൊണ്ട് അവൻ്റെ പിതാവ് പറഞ്ഞു, ഇങ്ങനെയൊരു മകനെയാണല്ലോ ദൈവമേ എനിക്ക് തന്നത്. അങ്ങനെ ആ പിതാവ് വളരെ ദുഃഖിച്ച് ഇങ്ങനെ യാതൊരു കഴിവുമില്ലാത്ത, യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു മകനെയാണല്ലോ എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് ആ പിതാവ് മനസ്സിൽ വേദനിച്ച് ഒരുപാട് ദുഃഖിച്ച് നിരാശപ്പെട്ട് ആകുലതയോടെ ഒരു ദിവസം ആ പിതാവ് മരിക്കാനിടയായി. കുറേ നാൾ കഴിഞ്ഞ് അവൻ വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷവും അവൻ്റെ ഭാര്യ ഈ മനുഷ്യനെ സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോയി. അതിനുശേഷം തൻ്റെ മക്കളും ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുക എന്നത് കഴിയുകയില്ല, ആലോചനകൾ ശരിയല്ല എന്ന് പറഞ്ഞ് മക്കളും ഉപേക്ഷിച്ചിട്ട് പോയി. എന്തൊക്കെയോ നേടിയെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തതായ വ്യക്തിയാണ്. എന്നാൽ ഒന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. മറിച്ച് തൻ്റെ ആരോഗ്യം ക്ഷീണിച്ചുപോയി, പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചുപോയി. എന്തെല്ലാമോ ചെയ്യാൻ പരിശ്രമിച്ചു. എന്നാൽ 2ാം ലോകമഹായുദ്ധം വന്നപ്പോൾ സകലതും അസ്തമിച്ചുപോയി. അവൻ യഹൂദനാകൊണ്ട് തൻ്റെ ജീവൻ്റെ ഭീഷണിയുണ്ട് എന്ന് മനസ്സിലാക്കി പ്രാണഭയത്തോടെ എവിടെയൊക്കെയോ ജീവിക്കേണ്ടി വന്നു. താൻ ആഗ്രഹിച്ചതൊന്നും ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം എന്തു ചെയ്തെന്നറിയാമോ? നേടിയെടുക്കുന്നത് വരെയും താൻ എന്താണോ നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുന്നത് വരെയും പരിശ്രമിക്കുവാനിടയായി. ഫലമായിട്ട് നോബൽ പ്രൈസ് ഭൗതിക ശാസ്ത്രത്തിൽ ലോകത്തിലെ തന്നെ ഒരു ശ്രേഷ്ഠനായ ഭൗതിക ശാസ്ത്ര വിദഗ്ധനായി. അദ്ദേഹം വിജയം നേടി നോബൽ പ്രൈസ് നേടിയെടുത്തു. അദ്ദേഹം ആരാണെന്നറിയാമോ? ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ ജീവിതത്തിലെ 75% സമയവും പരാജയത്തിൽ കൂടി മാത്രമാണ് പോയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ. എന്നാൽ ഒന്നിനു പിറകെ ഒന്നായി പരാജയങ്ങൾ കടന്നു വരുമ്പോഴും താൻ ഒരിക്കലും എനിക്കിത് കഴിയുകയില്ല, എൻ്റെ ശ്രമം പരാജയപ്പെടുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചില്ല. നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? നീ ചെയ്യുന്ന ശ്രമമൊക്കെയും പരാജയപ്പെട്ടു പോകുമ്പോൾ, ആരും തന്നെ നിന്നെ അനുകൂലിക്കാതെ എല്ലാവരും എതിരായിട്ട് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? നിന്റെ ഉള്ളിൽ നിരാശ കൂടി വരും, ആകുലതയിൽ അകപ്പെട്ടു പോകും. ദയവുചെയ്ത് കേൾക്കുക, പരാജയമെന്ന് പറയുമ്പോൾ അത് പരാജയമല്ല. പരാജയമെന്ന് പറയുമ്പോൾ പരാജയപ്പെടുന്ന ഓരോ പ്രാവശ്യവും ജയിക്കുവാനായിട്ട് നീ ശ്രമിക്കാതിരിക്കുകയാണെങ്കിൽ അതാണ് യഥാർത്ഥമായ തോൽവി. പരാജയമെന്ന് പറയുമ്പോൾ നീ തോറ്റുപോകുന്നതല്ല, ജയിക്കുന്നതുവരെയും നീ പരിശ്രമിക്കാതിരിക്കുകയാണെങ്കിലാണ് തോൽവി. ഇന്ന് നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ തോൽവി നേരിടുന്നു എന്ന് പറയുന്നവർ? അത് ഏത് തോൽവിയാണെങ്കിലും, കുടുംബത്തിലെ തോൽവിയാണോ, പഠനത്തിലെ തോൽവിയാണോ, ജോലി നേടുന്നതിലുള്ള തോൽവിയാണോ, അതുപോലെ തന്നെ വ്യാപാരത്തിലെ ഉള്ളതായ തോൽവിയാണോ? നിന്റെ ജീവിതത്തിൽ എന്തോ നേടിയെടുക്കാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടും നീ പരാജയപ്പെട്ട് നിരാശപ്പെട്ട് മാറി നിൽക്കുകയാണോ? മകനെ, നന്നായി പഠിക്കുക. നാളെ ഒരു ദിവസം നീ ഹോട്ടലിൽ ഇരുന്നുകൊണ്ട് നിനക്ക് ഓർഡർ കൊടുക്കാൻ കഴിയും. കാർ കൊണ്ടിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറയാൻ കഴിയും.
എന്നാൽ അങ്ങനെയല്ലാതെ ക്ലീനിങ് ചെയ്യുന്നവനായിട്ടോ ഹോട്ടലിൽ സെർവ് ചെയ്യുന്നവനായിട്ടോ നിന്നുകൊണ്ട് നിനക്കുള്ള നല്ലൊരു ഭാവിയെ എന്തിനാണ് നീ നശിപ്പിക്കുന്നത്? ഒരു നിമിഷം ചിന്തിക്കൂ. പ്രിയ മകനെ, മകളെ, ഒരു നിമിഷം ചിന്തിക്കുക. ഇത് പഠിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾ നടത്തൂ. പഠനത്തിന് ശേഷം ജോലി കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുക. എപ്പോൾ വരെ ശ്രമിക്കണം? ജോലി കിട്ടുന്നതുവരെയും നിങ്ങൾ പരിശ്രമിക്കണം. വീണ്ടും പറയട്ടെ, നോ ഷോർട്ട് കട്ട്. ഉയർന്നു വരുവാനായി ലിഫ്റ്റിൽ കയറാൻ ശ്രമിച്ചാൽ ലിഫ്റ്റ് ഇടയ്ക്ക് വെച്ച് നിന്നു പോകാൻ ചാൻസ് ഉണ്ട്. മുകളിലേക്ക് വരണമെന്ന് ഉദ്ദേശമുള്ളവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരണം. കാരണം അപ്പോഴേ അത് യഥാർത്ഥമാവുകയുള്ളൂ. കുറുക്കുവഴിയിൽ കൂടി കയറി വരാൻ ശ്രമിക്കരുത്. കുറുക്കുവഴി പലപ്പോഴും സ്ഥിരമായി നിൽക്കുന്നതായ ഒരു വഴിയല്ല എന്ന് മറക്കരുത്. നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് തക്കതായ പ്രതിഫലം ദൈവം തരും. കാരണം നീതിമാൻ തൻ്റെ അധ്വാന ഫലത്തെ അനുഭവിക്കും എന്ന് നമ്മുടെ ദൈവം നിനക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ മടിയെല്ലാം ഇന്നു മുതൽ മാറ്റിവെച്ച്, പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ജയിക്കുന്നതുവരെയും എൻ്റെ ശ്രമം ഞാൻ ചെയ്യും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, ജയിക്കുന്നതുവരെയും കർത്താവേ, ഈ ദിവസം ഈ സന്ദേശം കേട്ടതായ ഒരു വ്യക്തി പോലും അവരുടെ ശ്രമം നിർത്താൻ പാടില്ല. ജയിക്കുന്നതുവരെയും ശ്രമം നടത്തണം. വിജയം നേടുന്നതുവരെയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അനേകർക്ക് അനുഗ്രഹമായിട്ട്, അനേകർക്ക് മാതൃകയായി, അനേകർക്കൊരു വഴികാട്ടിയായി ഓരോ സ്റ്റുഡൻസും കഷ്ടപ്പെട്ട് പഠിച്ച് വിജയം നേടണം. പഠിക്കുന്നതായ മകനെ, മകളെ, ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ കഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ ശ്രമം അവർ ചെയ്യണം. ഡിപ്രഷനിലേക്ക് പോകുന്ന സഹോദരീ സഹോദരന്മാരെ, കർത്താവേ, നീ അവരെ മുറുകെ പിടിക്കണമേ. ഇന്നവർ കേട്ടതായ സന്ദേശം അവരുടെ ഹൃദയത്തിൽ ഗ്രഹിച്ച് അവർ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നതുവരെയും വിജയം നേടിയെടുക്കുന്നതുവരെയും ആരും തന്നെ അവരുടെ ശ്രമത്തെ നിർത്താതെ പരിശ്രമിച്ചുകൊണ്ട് അതിന് ഫലമായ വിജയം നേടാനുള്ള കൃപ കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.